എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരെയും 72ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായി, ഊഷ്മളമായി, സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ട് സെൻറ്റൻസുകളെ കുറിച്ചാണല്ലോ പഠിച്ചത്, അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ അതോടുകൂടി കോമ്പൗണ്ട് സെൻറ്റൻസിനെ കുറിച്ചുള്ള പഠനം അവസാനിപ്പിച്ചാലും എന്ന് മനസ്സിലൊന്ന് കരുതി. എങ്കിലും ഞാൻ ഒരു നല്ലൊരു പഠിതാവിനിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തപ്പോൾ കുറച്ചും കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ പഠിതാവ് എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഡിഗ്രിയൊക്കെ പാസ്സായിട്ടുള്ളതാണ്. പക്ഷേ ഇംഗ്ലീഷിൽ വലിയ വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉത്തരവിലൊക്കെ ഉള്ള വലിയ വാചകങ്ങളുണ്ടല്ലോ. ഒരു പാരാഗ്രാഫിൻ്റെ നീളമുണ്ട് അവർക്കൊരു വാചകത്തിൽ. അത്തരം വാചകങ്ങളെ അർത്ഥമൊന്നും എടുക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക്. അപ്പം അത് വലിയൊരു മോഹമായിരുന്നു. ഉത്തരവുകളിലെ വാചകങ്ങൾ വായിച്ച് കൃത്യമായ അർത്ഥം എടുക്കുക, അതുപോലെ വാചകങ്ങൾ എഴുതുക. അതെന്തായാലും എൻ്റെ ക്ലാസ് കണ്ടതിനെ തുടർന്ന് അവർക്ക് കൃത്യമായിട്ട് ഉത്തരവുകൾ വായിച്ച് അർത്ഥം എടുക്കാൻ മനസ്സിലായി എന്ന് എന്നോട് പറഞ്ഞു. മാത്രമല്ല, വളരെ കട്ടി കൂടിയ ഇംഗ്ലീഷിലെ ഉത്തരവ് തർജ്ജമ ചെയ്ത് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ചാരിതാർത്ഥ്യം, അതുപോലെ തന്നെ ആത്മവിശ്വാസം തോന്നി. എൻ്റെ ക്ലാസ് കൃത്യമായിട്ട് പഠിച്ചാൽ 1, 2, 3 തവണ കണ്ട് കൃത്യമായ അഭ്യാസങ്ങളൊക്കെ പഠിച്ചാൽ തീർച്ചയായിട്ടും വലിയ വാചകങ്ങൾ നിങ്ങൾക്ക് വായിച്ചർത്ഥമെടുക്കുവാൻ, അതുപോലെ എഴുതുവാനും കഴിയുന്നുള്ളത് എനിക്ക് ബോധ്യമായി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുത്തത്, നമുക്ക് ഈ കോമ്പൗണ്ട് സെൻറ്റൻസിനെ കുറിച്ചൊരു പഠനം മതിയോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അല്പം കൂടിയൊക്കെ അത് പഠിക്കണം, കുറച്ച് കൺജക്ഷനേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വളരെ വിശദമാക്കി തരികയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി അതിനെക്കുറിച്ച് പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പതിവുള്ള പ്രാർത്ഥനയോടെ, വളരെ ഭക്തിയോടെ, ശ്രദ്ധയോടെ, അർപ്പണമനോഭാവത്തോടെ, ഒരു പതിവുള്ള ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. ഓക്കെ.
ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് മടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ട് സെൻറ്റൻസുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത് അല്ലേ? നമ്മൾ കാര്യത്തിൽ പഠിച്ചത് ഓർമ്മില്ല. അതായത് ആൻഡ്, ബട്ട്, ഓർ ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താണ് ഈ മൂന്നെണ്ണത്തിൻ്റെ, അതായത് ഈ കൺജക്ഷൻ, അതായത് ആൻഡ്, ബട്ട്, ഓർ എന്ന കൺജക്ഷനുള്ള പ്രത്യേകത ഉപയോഗിച്ചുള്ള എങ്ങനെയാണ്, എവിടെയാണ്? ശ്രദ്ധിച്ചോ? എവിടെയാണ്? രണ്ട് വാചകങ്ങൾക്ക് ഇടയിൽ, മധ്യത്തിൽ അല്ലേ? എന്ന് വെച്ചാൽ ഒരു സ്വതന്ത്രമായ സിമ്പിൾ സെൻറ്റൻസ് കഴിഞ്ഞ് ഈ ഇതിൽ ഏതെങ്കിലും ഒന്ന് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് എന്ന് വെച്ചാൽ രണ്ട് വാചകങ്ങളുടെ മിഡിൽ എന്ന് പറയാം. ഇപ്പോൾ ഫുട്ബോളൊക്കെ കണ്ടില്ലേ നിൽക്കുന്നത്? ആ ഫുട്ബോളിൽ കളിയിൽ അമ്പയറിനെ പോലെയാണത്. രണ്ട് ടീം കളിക്കും, കളിക്കിൽ ഇത് സൈഡിരിക്കുക ഒരാൾ എന്താ പോലെ ഈ രണ്ട് വാചകങ്ങൾ യോജിപ്പിക്കാൻ ഒരു കൺജക്ഷൻ എന്ന നിലയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു വാചകം എഴുതുന്ന കൺജക്ഷൻ വയ്ക്കുന്നത് വയ്ക്കുക. ഉദാഹരണമായിട്ട് എന്താൽ എന്നൊരു വാചകം ഇതിലുണ്ട് അല്ലേ? എന്താൽ അല്ലെങ്കിൽ പക്ഷേ എന്നൊരു വാചകം, ഒരു കൺജക്ഷൻ ഉണ്ട്. ആ കൺജക്ഷൻ വരുന്ന രണ്ട് വാചകങ്ങളെ മലയാളത്തിൽ യോജിപ്പിക്കാൻ വിചാരിക്കുക. അവൾ ഭംഗിയുള്ളവളാണ്, എന്നാൽ ബുദ്ധിയുള്ളവളല്ല എന്നൊരു വാചകം നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു വാചകം എന്താ? അവൾ ഭംഗിയുള്ളവൾ ആണ്, അതൊരു വാചകം. അത് സ്വതന്ത്രമാണ്, സിമ്പിളാണ്. എന്താ അറിയാം? എന്നാൽ അവൾ ബുദ്ധിയുള്ളവളല്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളെ പറയുമ്പോൾ നമുക്ക് യോജിക്കുക. എന്നാൽ എന്താണ് അവർ പറയുന്നത് അല്ലേ? വൈരുദ്ധ്യമാണ്. അവൾ ഭംഗിയുണ്ട്, പക്ഷെ ബുദ്ധി ഉള്ളവളല്ല. അപ്പോൾ ഇതൊക്കെ അല്ലേ പെണ്ണുകൾക്കൊക്കെ കുശുമ്പൊക്കെ പറ്റിയ സാധനമാണ് അല്ലേ? അവൾ ഭംഗിയുള്ളവളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മറ്റുള്ളവരുടെയും മതിപ്പ് കിട്ടും. അപ്പോൾ പതുക്കെ ഒന്ന് താഴ്ത്തി കെട്ടാൻ അടിച്ചാൽ മതി, ഒന്ന് മുകളിലേക്ക് പൊന്തിച്ച് പതുക്കെ ഒന്ന് അടിക്കുന്ന പോലെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഇത് കുറയും. ഭംഗിയുണ്ട് എന്നുള്ള ഇഫക്റ്റ് അല്ലേ? അവൾ ഭംഗിയുണ്ട് എന്നുള്ള ഇഫക്റ്റ് ഒന്ന് കുറയ്ക്കും. അത് ബുദ്ധിയില്ലാതെ പറഞ്ഞു കഴിച്ചാൽ എന്നിട്ട് അവളെ കുറിച്ചുള്ള മതിപ്പ് പെട്ടെന്ന് തന്നെ കേൾക്കുന്ന ആൾക്ക് ഒന്ന് കുറയും അല്ലേ? അപ്പോൾ അസൂയിക്കാരൊക്കെ പറ്റിയ വാക്കല്ല എന്താണെന്നുള്ളത്. അതായത് വൈരുദ്ധ്യങ്ങൾ ചേർത്ത് പറയാം. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് ഒരു പ്രത്യേക അർത്ഥം സിദ്ധിക്കും. അത് ആ ഇഫക്റ്റ് നമ്മൾ പറയില്ലേ? ഇപ്പോൾ നമ്മൾ കുറേ പച്ച ഇടയിൽ ചോന്ന പൂ വരുമ്പോൾ എന്തുണ്ടാവും? അതിന് ഇഫക്റ്റ് കൂടും അല്ലേ? അത് എടുത്ത് കാണിക്കും. അപ്പം ഒരു വാചകത്തിൻ്റെ എതിരായിട്ട് മറ്റൊരു വാചകം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഒന്ന് കൂടും. അപ്പം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് വൈരുദ്ധ്യങ്ങൾ ചേർത്ത് വെച്ച് പറയും. കല്യാണാലോചനയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികളെ കൊടുക്കുന്ന വീട്ടുകാർ ചെക്കനെ കുറിച്ചൊക്കെ നന്നായി അന്വേഷിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊക്കെ പോയി അന്വേഷിച്ചിട്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ അന്വേഷിക്കുമ്പോൾ ചിലവരിങ്ങനെ പറയും, ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പറയണത്. നമ്മൾ ചെക്കനെ എങ്ങനെ ജോലിയൊക്കെ ശമ്പളമൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചു പറയാം. ചെക്കന് ജോലിയും ശമ്പളമൊക്കെ ഉണ്ട്, എന്തായാലൊന്ന് ആലോചിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം എന്തുണ്ടാവുക? നമ്മളെ പിന്നെ അതോടുകൂടി നമ്മളെ കല്യാണം മുടങ്ങും അല്ലേ? അപ്പോൾ എങ്ങനെ ആ ചെക്കൻ ജോലിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അതോടുകൂടി നമുക്ക് സന്തോഷമായി കൊടുക്കാവുന്നതൊക്കെ തീരുമാനമെടുക്കും. അവരുടെ എതിരായിട്ട് ഇങ്ങനെ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി ഇതൊക്കെ പറഞ്ഞാലോ, അതോടുകൂടി നമുക്ക് ആ ജോലി ഉണ്ട്, നല്ല ശമ്പളം ഉണ്ട് എന്ന കാര്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കോഴിച്ചാസ്ഥാനത്ത് ഇത് പ്രസംഗമാണ് എന്നൊരു ചിന്ത വരും അല്ലേ? അപ്പോൾ കല്യാണ പൊടികൾ പറ്റി വെക്കാല്ലേ എന്തായിട്ടുള്ളത്? അപ്പോൾ വൈരുദ്ധ്യം നമ്മൾ എടുത്തു കാണിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്നൊരു ഇഫക്റ്റ് ഉണ്ടാവും അല്ലേ? അതൊക്കെയാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് പറയാനൊരു കാര്യം. സ്വന്തമായ രണ്ട് വാചകങ്ങളാണ്, പക്ഷേ
അവ ഒരുമിച്ച് ചേർത്ത് പറയുമ്പോൾ അതിന് വേറെ ഇഫക്റ്റ് അതിന് വന്ന് ഭവിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഇഫക്റ്റ് കൂട്ടാനായിട്ട് ഒരാളെ ഇഷ്ടം കൂടാനായിട്ട് ഇപ്പോൾ ഒരാൾക്ക് നല്ല ഹൈ പൊസിഷനാണ്, നല്ല കഴിവൊക്കെ ഉണ്ട്, അത് നല്ല സാലറിയൊക്കെ ഉണ്ട്. അതിന് പറഞ്ഞിട്ട് നമ്മൾ പറയണത് എന്തായാലും തലക്കരയില്ല കേട്ടാ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് പെട്ടെന്ന് ഇഷ്ടം വരും അല്ലേ. അവൾ നല്ല പഠിപ്പുണ്ട്, നല്ല ജോലി ഉണ്ട്, നല്ല ശമ്പളമുണ്ട്, പക്ഷെ അവൾക്ക് തീരെ തലക്കരില്ല എന്ന് പറഞ്ഞാൽ എന്താ, അവൾക്ക് തീരെ തലക്കരില്ല എന്ന് പറയുമ്പോൾ അതോട് കൂടി എന്നിട്ട് ആ ഇഷ്ടം ഒന്ന് വർദ്ധിക്കും അല്ലേ. അതൊക്കെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് എങ്ങനത്തെ വാചകങ്ങളുടെ. അപ്പോൾ എന്നാൽ എവിടേക്ക് നമുക്ക് വൈരുദ്ധ്യങ്ങളെ കൂട്ടി യോജിച്ച് പറയുമ്പോഴൊക്കെയാണ് ഇത് വരുന്നത്, നമുക്ക് ഈ ബട്ടിൻ എന്നാൽ പ്രയോഗം വരുന്നത്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങളായ രണ്ട് ഇതിലെ സ്വതന്ത്രമായ വാചകങ്ങളെ അടുപ്പിച്ച് പറയാം. അപ്പോൾ ഒന്നൊന്നിൻ്റെ ഇതൊന്നുമല്ല, ഭാഗമൊന്നുമല്ല, അതൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടുത്ത് നിൽക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞത് തന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതായത് ഇപ്പോൾ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ എങ്കിലും എന്നിവയിൽ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് മലയാളത്തിലെ രണ്ട് സ്വതന്ത്ര വാക്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഉണ്ട് എന്ന് വിചാരിക്കുക. അത്തരം ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കണം? ബട്ട് ഉപയോഗിക്കണം. അതുപോലെ എന്ന് വിചാരിച്ച് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് സ്വതന്ത്ര വാക്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വാചകത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായി നമ്മളിപ്പോൾ എന്ത് വേണം? ആൻഡ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഏത് രണ്ട് വാചകങ്ങളെ സ്വതന്ത്ര വാചകങ്ങളെ കൂട്ടിയോജിച്ചൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അത്തരം ഒരു വാചകത്തെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർ ഉപയോഗിക്കണം. എന്തൊക്കെ നമ്മൾ കണ്ടു കഴിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഈ അർത്ഥം നോക്കിയിട്ടാണ് നമുക്ക് ഏത് കൺജങ്ഷൻ സെലക്ട് ചെയ്തത് മനസ്സിലാവുക. അപ്പോൾ ആ കൺജങ്ഷൻ എടുത്ത് രണ്ട് വാചകങ്ങൾ കൂട്ടി ചോദിച്ചാൽ എന്തായി? കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്താ ചെയ്യേണ്ടത്? നിങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ബൈഹാർട്ട് പഠിക്കുക അല്ലേ. ഈ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് വാചകങ്ങൾ എടുത്തതിൽ അർത്ഥം ശരിയാവുന്ന വെച്ചാൽ അങ്ങോട്ട് അതിൻ്റെ ഈ കൺജങ്ഷൻ അതിൻ്റെ മധ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയായി. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം തരാം, നിങ്ങൾ പോസ് ചെയ്തത് എഴുതിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മോഡൽ കുറച്ച് എൻ്റെ കൂടി മോഡലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ആ മോഡൽ വെച്ച് നിങ്ങൾ കുറേ വാചകങ്ങൾ സ്വയം പഠിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ഇത്രയും നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത്. സോ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 3 കളറിലാണ് എഴുതിയിട്ടുള്ളത്. ഓരോ സെറ്റ് ഓരോ വിഭാഗത്തിൽ പെട്ടതാണ്. അതിനൊക്കെ ഓരോ പേരുണ്ട്. അപ്പോൾ പേരുകളെ കുറേ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൺഫ്യൂസ്ഡ് ആവും. അത് കാരണം പേരൊന്നും പറഞ്ഞിട്ടില്ല. അത് അർത്ഥം നോക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ അത് കണ്ടു പേടിക്കുന്നു വേണ്ട കേട്ടാ. ഇത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊന്ന് ഓരോ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എഴുതി എടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് നമുക്കത് മോഡലായിട്ട് കുറച്ച് ഇത് നമുക്ക് ചെയ്യാം. നോക്കുക, രാജി കുടിക്കും അല്ലെങ്കിൽ അവൻ പുകവലിക്കും. അപ്പോൾ അവൻ്റെ ഒരു ശീലമാണത്. ഒന്നുകിൽ അവൻ കുടിക്കും അല്ലെങ്കിൽ പുകവലിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അവൻ ചെയ്യുന്ന സ്വഭാവമാണ്. അങ്ങനെ കുറിച്ചപ്പോൾ രാജനെ കുറിച്ച് എന്താർത്ഥം? അത്ര നല്ലവരല്ല അല്ലേ. അവൻ ഒന്നും കുടിക്കുക അല്ലെങ്കിൽ പുകവലിക്കുന്നു പറയുമ്പോൾ രാജനെ കുറിച്ച് നമ്മളുണ്ടാകുന്ന ഒരു എന്താണ്? അത്രയായിട്ട് പറ്റില്ല. ആള് വിജയം കുടിക്കുകയുമില്ല,
അവൻ പുകവലിക്കുമില്ല എന്ന് പറഞ്ഞാലാ അത് അത് രണ്ടും ചെയ്യില്ല അല്ലേ? അപ്പൊ അവരോട് നല്ലൊരു പഠിപ്പ്. കുടിക്കൂല, പുകവലിക്കൂല. അവൻ രാജൻ കുടിക്കൂല, അവൻ പുകവലിക്കൂല എന്ന് പറയുമ്പോൾ എന്തുണ്ടോ അവരുടെ സ്വഭാവം ഇതുകൊണ്ട് നന്നായി തോന്നുന്നു. അത് അടുപ്പിച്ച് പറയുമ്പോൾ അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾ സ്വതന്ത്രമാണ്. അപ്പോൾ അതാണ് അതുമല്ല ഇതും രണ്ടുമില്ല അതർത്ഥം. ഈ കുടിക്കുക അതുമില്ല അവന്, അതുപോലെ തന്നെ പുകവലിക്കുക അത് ആ പ്രവൃത്തിയുമില്ല, രണ്ടുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഡോറ് വയ്ക്കുക, ഇതിൽ ഡോർ. അപ്പോൾ നമുക്ക് ഡോറ് വയ്ക്കുക ഏത് സ്ഥലത്ത് അതൊരു ഐഡിയ കിട്ടിയില്ല, അതിന് അങ്ങനെ പറഞ്ഞാണ്. ഓക്കെ, നമുക്കത് ഇംഗ്ലീഷ് തർജ്ജമ എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ അത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? വിജയൻ ഡസൻറ്റ് ഡ്രിങ്ക്, ഇതും കുടിക്കുന്നില്ല. നോർ ഹി സ്മോക്ക്, അവൻ പുകവലിക്കുന്നുമില്ല. അപ്പോൾ അത് ഓറ വെച്ചാൽ ഏതെങ്കിലും ചെയ്യും, ഇതൊന്നും രണ്ടും ചെയ്യില്ലേ. ഇത് കുടിക്കില്ല, പുകവലിക്കില്ല. അപ്പോൾ അതിൻ്റെ ഓറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നോട്ട് ഓറാണ് ശരിക്കും പറഞ്ഞാൽ ഡോറ് എന്ന് പറയാം. ഇതുമല്ല അതുമല്ല. കേട്ടോ, അവൻ കുടിക്കുന്നുമില്ല, ഇതും ഒന്നും ചെയ്യുന്നില്ല, അത് പുകവലിക്കുന്നില്ല. കുടിക്കുന്നുമില്ല, പുകവലിക്കും, രണ്ട് കാര്യം ചെയ്തില്ല. ഇതുമില്ല അതുമില്ല, ഇതുമല്ല അതുമല്ല, അല്ലെങ്കിൽ ഇതുമില്ല അതുമില്ല. അങ്ങനെ പറയുമ്പോഴാണ് എന്ത് വയ്ക്കുക, ഈ നോറ് വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജയിന്നൊരു ഡിമാൻഡ് കിട്ടിയല്ലോ. അപ്പോൾ അത് ഇത് പ്രയോഗം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മറ്റൊന്നാണ് ഫോർ. ഇനി നമുക്ക് അതിൻ്റെ പ്രയോഗം നോക്കാം. ഫോർ എന്ന് പറഞ്ഞ കാരണം എന്നറിയാം അല്ലേ? നമ്മുടെ സംഭവങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇത് ഒന്ന് കാര്യമായിട്ടും ഒന്ന് കാരണമായിട്ടും. പെട്ടെന്ന് അപ്പോൾ അകത്ത് പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് കുട്ടീനെ കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാം എന്ത് കാരണം കരയണമെന്ന് അറിയാൻ ഓടിച്ചെല്ലും. എന്ത് പറ്റി ചോദിക്കും അല്ലേ? എന്താ കാരണം? അപ്പോൾ അതിനൊരു കരയൊരു കാരണം ഉണ്ടായിരിക്കും. കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പറയേണ്ടി വരും ഇല്ലേ? പലപ്പോഴും ജീവിതത്തിൽ കാരണം, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പുറകെ കാരണം പറയണം. അതുപോലെ നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കാനുള്ള സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അതിന് കാരണം പറയണം. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ജോലി നമ്മൾ സമയത്തിന് സമർപ്പിച്ചില്ലെങ്കിൽ കാരണം പറയണം. അല്ലെങ്കിൽ ക്ലാസ്സിൽ നേരം വൈകിയ കാരണം പറയണം. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുത്തില്ലെങ്കിൽ അവർ ചോദിക്കുന്ന കാരണം. അപ്പോൾ കാരണങ്ങൾ വരും. അപ്പോൾ എന്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് കാരണം ചോദിക്കും. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു വാചകവും കാരണമായിട്ടുള്ള ഒരു വാചകവും. അപ്പോൾ നമുക്ക് പലപ്പോഴും കാരണം പറയാം. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ മുടങ്ങി. ആ മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ലീവ് സാങ്ഷൻ ചെയ്ത അല്ലെ, ലീവ് അനുവദിക്കുന്നെങ്കിൽ ഉചിതം അതിന് ഒരു നല്ല മതിയായ കാരണം ബോധിപ്പിക്കാൻ ആരും ബാധ്യസ്ഥരാണ്. അപ്പോൾ കാരണം ചോദിക്കും. അപ്പോൾ പറയുന്നത് ഞാൻ ഒരു കാര്യം എന്താണ് മുടങ്ങി, അതൊരു കാര്യം, അതിന് കാരണം എന്താ? ചിലപ്പോൾ പനിയായതാവാം, അല്ലെങ്കിൽ നമുക്ക് വണ്ടി കിട്ടാഞ്ഞതാവാം, പലതും പറയാം അല്ലേ? അപ്പോൾ വിദ്യാർത്ഥി ക്ലാസ്സിൽ മുടങ്ങി, കാരണം അവന് പനിയായിരുന്നു. അപ്പോൾ ഇതിൽ കാര്യം എന്താ? കാര്യം ഉണ്ടായ ക്ലാസ്സിൽ മുടങ്ങിയെന്നാൽ കാര്യം. ആ കാര്യത്തിന് കാരണം എന്തായിരുന്നു? അവന് പനിയായ കാരണം. അപ്പോൾ കാരണമായിട്ട് വാചകം അങ്ങനെയാണ് ഇത് വരിക. പനി കാരണം അവന് പനിയായിരുന്നു. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന വാചകങ്ങളെ യോജിപ്പിക്കാനാണ് നമുക്ക് എന്തുപയോഗിക്കുക, ഈ കാരണം എന്നുള്ളത്. കാര്യവും കാരണവും ഉള്ള രണ്ട് വാചകങ്ങളെ യോജിപ്പിക്കുമ്പോൾ കാരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതിന് തുല്യമായ ഇംഗ്ലീഷ് പദം ഫോറാണ്. അപ്പോൾ അവിടെ ഫോർ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ബോർഡിൽ അതിൻ്റെ തർജ്ജമ എഴുതിയിട്ടുണ്ട്. മേരി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. മേരി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല. കാരണം, ഫോർ കാരണം, ഷീ വാസ് സിക്ക്, അവൾക്ക് അസുഖമായിരുന്നു, അല്ലെങ്കിൽ അവൾ അസുഖമുള്ളവളായിരുന്നു. അപ്പോൾ എന്താണ് കാര്യം? കാര്യം എന്താണ്? മേരി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്.
അത് ഈ വാചകം. കാര്യം കാരണം എന്താ അറ്റൻഡ് ചെയ്യാത്ത കാരണം കാരണം ഷീ വാസ് സിക്ക്. അപ്പൊ ഇതൊരു സ്വതന്ത്ര വാചകമാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസ് ആണ്. ഇതാണ് ഷീ വാസ് സിക്ക്. അവ യോജിപ്പിച്ചു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫോർ ഇതിന്റെ കൂടെ ലയിക്കണില്ല. കാരണം അങ്ങനെ വേർപെട്ട് നിൽക്കുക, ഒരു അമ്പയറെ പോലെ വേർപെട്ട് നിൽക്കുന്നത് അല്ലേ. ഇൻ നോട്ട് അറ്റൻഡ് ദ ക്ലാസ് കാരണം അത് കഴിഞ്ഞിട്ട് ഒരു വാചകം തുടങ്ങുക. അപ്പോൾ ഈ ഫോർ എന്നുള്ളത് എന്തായിട്ട് വരുന്നില്ല, ഈ വാചകത്തിനോട് ലയിക്കുന്നില്ല. അതൊക്കെ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേ സമയത്ത് വേറെ ചില വാക്കുകൾ അങ്ങനത്തെ കൺജങ്ഷനാണ് എന്തുണ്ടാക്കുക, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് നിർത്തുക. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഫോർ എന്നുള്ളത് ഈ ഹി വാസ് എന്ന സെന്റൻസുമായി ലൈറ്റ് അല്ല അർത്ഥമെടുക്കുക എന്ന് മനസ്സിലായി. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വിശദീകരിച്ച് തരാം. ലയിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഉപ്പ് വെള്ളത്തിലിട്ടാൽ ലയിക്കും, അത് അപ്രത്യക്ഷമാകും അല്ലേ, അതിൽ അലിഞ്ഞ് ചേർന്നു പോകും. വെള്ളാരക്കല്ല് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും, അത് നമ്മൾ വെള്ളത്തിൽ തെളിഞ്ഞ് കാണും, നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അല്ലേ. എന്താ പോലെയാണിത്, ഇത് സെപ്പറേറ്റ്, ഈ വാചകത്തിന് സെപ്പറേറ്റ് ആക്കി നിൽക്കുകയാണ് അല്ലേ. കാരണം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വരി പറഞ്ഞത് ഷീ വാസ് സിക്ക്. അപ്പൊ ഇതിനോട് ചോദിച്ച് അർത്ഥം എടുക്കുമ്പോൾ ഇതിൽ അത് ലയിച്ച പോലെ അർത്ഥം എടുക്കേണ്ടതില്ല. എന്നാൽ മറ്റ് ചില ഫോർ അല്ലാതെ സിൻസ്, ബിക്കോസ് അതുപോലെ ഉള്ള ഇതുകൾ ഈ കൺജക്ഷൻസുകളാണെങ്കിൽ അത് ലയിച്ചിട്ടാണ് നമ്മൾ അർത്ഥം എടുക്കുക. അത് നമ്മളെവിടെ കണ്ടത്, കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലയിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അതൊന്ന് മലയാളത്തിൽ വിശദീകരിച്ചാൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ മലയാളത്തിൽ എഴുതാം, എന്നിട്ട് വിശദീകരിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് ആണോ അതേ കോമ്പൗണ്ട് സെന്റൻസ് ആണോ എന്ന് നിശ്ചയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം വളരെ സ്ലൈറ്റ് ഡിഫറൻസ് ആകുമ്പോൾ. ഇപ്പോൾ ഫോറിൻ്റെ അർത്ഥം നമുക്കറിയാം, കാരണം അതുകൊണ്ട് ഒക്കെ അർത്ഥമുള്ളതാണ്. ഇതിൻ്റെ അർത്ഥമുള്ള വേറെ ഡാസ്, അതുപോലെ സിൻസ് പോലെ തുടങ്ങിയ, ബിക്കോസ് തുടങ്ങിയ കൺജങ്ഷൻസിലേക്ക് ഇതേ അർത്ഥമാണുള്ളത്. അപ്പോൾ ഇത് ഉൾപ്പെട്ട ഒരു വാചകം കാണുമ്പോൾ നമ്മൾക്ക് തോന്നും അത് കോമ്പൗണ്ടാണ്, കോംപ്ലക്സ് ആണോ. പ്രത്യേകിച്ചും ഫോറിനും ബിക്കോസിനും ഒരേ അർത്ഥമാണുള്ളത്. ബിക്കോസ് ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണിത്, അത് കോമ്പൗണ്ട് സെന്റൻസ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് തിരിച്ചറിയാൻ എന്താണ് വഴി, ഈ സ്ലൈറ്റ് ഡിഫറൻസ് വരുമ്പോൾ നമുക്ക്. അപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എൻ്റെ ചെറുപ്പത്തിലങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്ക് മീനുകൾ ഭയങ്കര ഇഷ്ടം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ ഇത് കണിക്കുകൾ എന്ന് പറയും, മീൻ കച്ചവടമൊക്കെ അതായത് പെണ്ണുങ്ങൾ തലയിൽ ഈ നാടൻ മത്സ്യങ്ങളൊക്കെ പിടിച്ചിട്ട് വിൽക്കാൻ കൊണ്ടുവരും. അപ്പോൾ ഈ പാമ്പിൻ്റെ പോലത്തെ മീനുണ്ട്, ഞങ്ങളുടെ അവിടെ മൽജീതെന്ന് പറയുക, ചില വിധത്തിൽ ഈൽന്നെന്നുണ്ട് എൻ്റെ ശരിക്കും പേര്. അപ്പോൾ ഞങ്ങൾ ഈ കൊട്ടകളൊക്കെ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓടിക്കാനായിട്ട് ഇവർ പറയും പാമ്പാന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ തോന്നുന്നു പാമ്പാന്ന്. പക്ഷേ പിന്നീട് അതായത് അത് നമുക്ക് ഈ തല്ലിയും കൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ തല്ലി പാമ്പാന്ന് തോന്നും ഈ മീൻ്റെ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു കൊടുക്കും. കാരണം ഇവർ തെറ്റിയിട്ട് അങ്ങനെ പാമ്പിൻ്റെ മീനെ അത് പിടിച്ചുകൊണ്ട് വിൽക്കേണ്ട ഒരു ലക്ഷ്യം നമുക്ക്. അപ്പോൾ കാരണം സ്ലൈറ്റ് ഡിഫറൻസ് ആവും, നമുക്കത് മനസ്സിലാവില്ല. പിന്നീട് വലുതാകുമ്പോൾ അപ്പോൾ അത് ക്ലിയറായി. എന്താ പോലെ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം അത് മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് ഈ ഉദാഹരണം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അപ്പോൾ ഒന്ന് രണ്ട് വാചകങ്ങൾ മലയാളത്തിൽ എഴുതി
അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ ബോർഡിൽ എഴുതിയിട്ടുള്ള വാചകം നോക്കുക. മേരിക്ക് അസുഖമായിരുന്നു, അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ എ എന്നൊരു വാചകം, ബി എന്നൊരു വാചകം. ഇത് നമുക്കറിയാം ഒരു കാര്യം, അവൾക്ക് അസുഖമായിരുന്നു, അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ മറ്റൊരു കാര്യം. അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലാത്ത കാര്യം അതിന് കാരണമായ വാചകമാണത് അല്ലേ. മേരിക്ക് അസുഖമായിരുന്നു, ഇത് കാരണവും അതിന് ഫലമായി അത് എന്താണ് കാര്യവും. അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എന്നത് കാര്യം, അതിന് കാരണം എന്താ, മേരിക്ക് അസുഖമായിരുന്നു. ഇത് കാരണമായ വാചകവും കാര്യമായ വാചകവും ഒക്കെ ചേർത്ത് എഴുതാം. എങ്ങനെ? അതുകൊണ്ട്, അതിനാൽ, അക്കാരണത്താൽ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചേർത്ത് എഴുതാം അല്ലേ. മേരിക്ക് അസുഖമായിരുന്നു എൻ്റെ കൂടെ ഏതാ ചേർക്കേണ്ടത്? അക്കാരണത്താൽ, അല്ലെങ്കിൽ അതിനാൽ, അല്ലെങ്കിൽ അതുകൊണ്ട്. ഇപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ ഇതിൽ ഏതൊക്കെ ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2-3 ചേർക്കാം. ഒന്നുകിൽ ഇവിടെ നമുക്ക് അതുകൊണ്ട്, ഇവിടെ അതുകൊണ്ട്, ഇതിൻ്റെ കൂടെ പ്ലസ് ഈ വാചകത്തെ അതുകൊണ്ട് എന്ന് ചേർക്കാം. അതുകൊണ്ട്, അതുകൊണ്ട്, അല്ലെങ്കിൽ അതിനാൽ, അതുകൊണ്ട്, അതിനാൽ, അല്ലെങ്കിൽ അക്കാരണത്താൽ ഇതൊക്കെ ചേർക്കാൻ നോക്ക്. കാരണത്താൽ, ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം. അത് ചേർക്കുമ്പോൾ ഇതിൽ ലയിച്ച് ചേർക്കുകയാണ് എന്ന് വിചാരിക്കുക. എങ്ങനെ ലയിച്ച് ചേർക്കുക? മേരിക്ക് അസുഖമായിരുന്നത്, ഇത് പ്ലസ് ഇടുമ്പോൾ എന്താവും, ഇതിൽ ലയിക്കുമ്പോൾ നമുക്ക് ഇന്നതുകൊണ്ട് ഇത് പോവും അല്ലേ. ചേർക്കുന്ന അതുകൊണ്ട്, കൊണ്ട്. അപ്പോൾ മേരിക്ക് അസുഖമായിരുന്നു പ്ലസ് അതുകൊണ്ട്, അല്ലെങ്കിൽ അതിനാൽ, അക്കാരണത്താൽ. ഇതിൽ ഏത് വെച്ചാൽ ഇതുപോലെ തന്നെ വരിക. മേരിക്ക് അസുഖമായിരുന്നത് കൊണ്ട് അവൾ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ഇത് 2 വാചകങ്ങൾ ഒന്നായില്ലേ. കാരണം ഈ അതുകൊണ്ട് ഇതിനോട് ചേർന്നു, ഈ വാചകത്തിനോട് ചേർത്തു അല്ലെ, ലയിച്ചു, ഒന്നായി. ഈ വാചകമായി അത് ഒട്ടിച്ചേർത്ത് ഒന്നായി. അപ്പോൾ ഇത് എന്ത് വാചകമായി? കാരണത്തെ കുറിക്കുന്ന ഒരു അഡ്വർബി ക്ലോസ് ആയി. അത് അറ്റൻഡ് ചെയ്തില്ല. എന്താ അറ്റൻഡ് ചെയ്യാതിരുന്ന? ഈ കാരണത്താൽ. അപ്പൊ ഈ വാചകത്തിലെ ക്രിയയുടെ ഒരു ക്രിയാവിശേഷണം പോലെ മാത്രമായി ഇത് മാറി. അതുകൊണ്ട് നമുക്ക് ഈ വാചകവും തമ്മിൽ ചേർന്ന് ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാവുക. കാരണം ഇതിൻ്റെ അറ്റൻഡ് ചെയ്തില്ല എന്ന ക്രിയയുടെ ഒരു വിശേഷണം മാത്രമായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്കിതിനെ കോംപ്ലക്സ് സെന്റൻസ് ഇംഗ്ലീഷിൽ പറയും. അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ നമുക്ക് എന്തുപയോഗിച്ച് ഇവിടെ അങ്ങനെ ചേർക്കുമ്പോൾ ബിക്കോസ് ആണ് ചേർക്കുക. ഈ അതുകൊണ്ട് എന്നുള്ളതിന് 3 വാക്കുകളുണ്ട്, അതുകൂടെ എഴുതാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഈ വാചകത്തിൻ്റെ ട്രാൻസ്ലേഷൻ കൂടെ എഴുതിയിട്ടുണ്ട്. മേരിക്ക് അസുഖമായിരുന്നത് കൊണ്ട് ക്ലാസ്സിൽ ഹാജരായില്ല. അപ്പോൾ ഈ അതുകൊണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിന് തുല്യ വാക്ക് ബിക്കോസ് എന്ന് വേണമെങ്കിൽ വയ്ക്കാം, സിൻസ് വയ്ക്കാം, ആസ് വയ്ക്കാം. അതുകൊണ്ട്, അതിനാൽ, ആയതുകൊണ്ട് എന്നൊക്കെയാണ് ഇവയുടെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ ഇതിനോട് ലയിപ്പിച്ചാണ് എടുക്കുക. മേരിക്ക് അസുഖമായിരുന്നത് കൊണ്ട് ഹി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. ആ സിൻസ് വെച്ച് ആസ് വെച്ച് പറയും. ആസ് മേരി വാസ് സിക്ക് ഹി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അല്ലെങ്കിൽ സിൻസ് വെച്ച് വരും. സിൻസ് മേരി വാസ് സിക്ക് ഹി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് നോക്കുക, മേരി
മേരിക്ക് അസുഖമായിരുന്നത് കൊണ്ട് കണ്ട ഇതിലത്തെ ബിക്കോസിന്റെ അർത്ഥം ഇതിനോട് ലയിക്കണ് ആയിരുന്നത് കൊണ്ട്. അപ്പോൾ അത് തനിച്ച് നിൽക്കാൻ പറ്റില്ല. ആയിരുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പൂർണ്ണാക്കണ്ടേ, ഒരു കാര്യം ഒരു ഇത് പറയണം. എന്ന് വെച്ചാൽ ഇത് എന്നുള്ളത് മറ്റൊരു വാചകത്തിന്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ആണ് ഇത് എന്ത് വന്നിട്ട് അങ്ങനെ അവസാനിക്കാൻ പറ്റാത്ത പോലെ തനിച്ച് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളത്. അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ വാചകം എന്താണ്? മേരിക്ക് അസുഖമായിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇത് ഇതിനോട് ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതെന്തായിരിക്കും? അറ്റൻഡിൻ്റെ ഒരു അഡ്വർബ് മാത്രം പോലെയാണ്. അതുകൊണ്ട് ഇത് ഈ ഇതിൻ്റെ ഒരു അഡ്വർബ് മാത്രമാണിത്. അതുകൊണ്ട് ഇത് ആശ്രിത വാക്യം അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സ്വതന്ത്ര വാക്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുക എന്ന് പഠിച്ചു. അപ്പോൾ ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അത് അർത്ഥം നോക്കുമ്പോൾ ഇത് രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ് അല്ലേ? നമുക്ക് ഇവിടെ എന്നാൽ ഫോർ വെക്കുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ ബിക്കോസ് ഇവിടെ ഫോർ വെച്ചാൽ എന്താണ് വരിക? ഇതേ അർത്ഥം ഫോർ വെക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ബിക്കോസ് വയ്ക്കരുത്. അവിടെ നോക്കിയാൽ ഈ സിക്ക് മേരി വാസ് സിക്ക് അതിൻ്റെ കൂടെ ബിക്കോസ് വെച്ചത്. അവിടെ ഹി വാസ് സിക്കിൻ്റെ കൂടെ തന്നെയാണ് ഫോർ വെച്ചത്. പക്ഷെ ഇവിടെ അർത്ഥെടുക്കുമ്പോൾ എന്താണ്? മേരിക്ക് അസുഖമായിരുന്നത് കൊണ്ട് ഒരുമിച്ച് ലയിച്ചു. അതില മേരി അറ്റൻഡ് ചെയ്തില്ല, കാരണം അത് കഴിഞ്ഞിട്ട് ഇതിനോട് ചേരുന്നില്ല. അതിൻ്റെ അർത്ഥം ഹി വാസ് സിക്ക്. അപ്പോൾ ഇത് രണ്ട് സ്വതന്ത്ര വാക്യങ്ങളും ജസ്റ്റ് അത് യോജിപ്പിച്ച് എടുത്തേക്കാണ്. അതേസമയം ഇതിലെങ്ങനെ ആയിരുന്നത് കൊണ്ട് ഇത് ലയിച്ചു. അപ്പൊ അങ്ങനെ ആണ് എന്ത് നമ്മൾ എടുക്കുക? അർത്ഥം എടുക്കുക. അപ്പോൾ ഇതിന് ഒരു സ്വതന്ത്ര സ്വഭാവമുണ്ട്. ഇതിന് സ്വതന്ത്ര സ്വഭാവം, ഇതിൽ ലയിക്കും. അപ്പോൾ ഇത് രണ്ടും സ്വതന്ത്ര വാക്യങ്ങളായി തന്നെ അർത്ഥം പറയും. ഇതിലങ്ങനെയല്ല. ഇത് ഇതിനോട് ലയിച്ച കാരണം പിന്നെ ഈ വാചകം പറഞ്ഞാൽ ഇതിന് നിലനിൽപ്പുള്ള ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കോമ്പൗണ്ടും ഇത് കോംപ്ലക്സും ഇത് കോമ്പൗണ്ടുമാണ്. മനസ്സിലായി? ഒന്നൊക്കെ ഈ മനസ്സിലായ നല്ലത്. ഇപ്പോൾ മനസ്സിലായാലും കുഴപ്പമില്ലേ? കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടൊന്നുമില്ല നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചോറിനുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിൽ വിറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, യു ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് കല്യാണം നമ്മൾ ഭക്ഷണം കഴിക്കുക. അല്ല, അത് കഴിക്കും അല്ല, നമ്മുടെ ആവശ്യം നടക്കണം, വയറ് നിറയണം, രുചി ഉണ്ടാവണം. അത് നമ്മുടെ ഇത്. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഈ സിമ്പിൾ സെൻറ്റൻസ് ആണോ, കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ, കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ വർത്തമാനം പറയുന്നതല്ല. അത് നമുക്ക് അർത്ഥം അനുസരിച്ച് അങ്ങോട്ട് പടച്ചു വിടും അല്ലേ? അതുപോലെ എനിക്ക് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതിൽ മനസ്സിലാക്കിയത് അത്ര അങ്ങോട്ട് ഗഹനമായിട്ട് ഇത് ആലോചിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അർത്ഥം നോക്കി അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഞാനൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രമല്ല ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചിട്ട വേണ്ട ചിന്തൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒരേ അർത്ഥമുള്ള വാക്കുകളാണെങ്കിലും ഉപയോഗത്തിൽ വ്യത്യാസം കാണാം. ഈ ബിക്കോസ് കണ്ട ഇത് ഈ വാചകം ഇതെന്താണ്? അഡ്വർബ് ഫ്രേസാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അഡ്വർബ് ഫ്രേസ് സാധാരണ വാചകങ്ങൾ അവസാനമാണ് വയ്ക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ബിക്കോസ് വെച്ച് വാചകങ്ങൾ തുടങ്ങുന്നത് വളരെ കുറവായിരിക്കും. ശരിക്കും അതിനെ പറയാറ് ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ് ബിക്കോസ് മേരി വാസ് സിക്ക്. ഇത് നമ്മുടെ സാധാരണയായിട്ട് ബിക്കോസ് വെച്ചുള്ള വാചകങ്ങൾ രണ്ടാമതാണ് പറയാനുള്ളത്. കാരണത്തെ കുറിക്കുന്ന വാചകമാണെങ്കിൽ പോലും അത് രണ്ടാമതാണ് പറയാറ്. എങ്ങനെയാ പറയുക? ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ് ബിക്കോസ് ഷീ വാസ് സിക്ക്, അല്ലെങ്കിൽ ആസ് ഷീ വാസ് സിക്ക് ഓർ സിൻസ് ഷീ വാസ് സിക്ക്. മുമ്പിലും വെച്ച് പറയാം, ബാക്കിലും വെച്ച് പറയാം. അതാണ് എന്ത് കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പ്രത്യേകത. പക്ഷേ ഇതിങ്ങനെ മാറ്റി പറയുമ്പോൾ പറയാൻ പറ്റിയ അർത്ഥം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ സാധാരണ ഉപയോഗിക്കാറില്ല.
അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ആ ബിക്കോസ് വെച്ചിട്ട് വാചകം കണ്ടുപിടിച്ചില്ല. ബിക്കോസ് എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾ കണ്ടല്ലോ. ബിക്കോസ് ഹി വാസ് സിക്ക്, പനി അസുഖമായിരുന്നത് കൊണ്ട് അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. പിന്നെ അങ്ങനെ പറയാൻ ഇതേ വാചകം ഹി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ് ബിക്കോസ് മേരി വാസ് സിക്ക്. അത് ബിക്കോസ് രണ്ട് തരത്തിലും പറയാം. ബിക്കോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു രസിക സംഭവം വന്നത്. ഞങ്ങളോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ആരൊക്കെങ്കിലും IAS കാരനാവാനുള്ള ഐക്യുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു ചോദിച്ചു. ബിക്കോസ് 3 വട്ടം വരുന്ന ഒരു വാചകം പറ്റുമോ? അപ്പോൾ ഒരു വാചകത്തിൽ 3 പ്രാവശ്യം ബിക്കോസ് വരണം. അപ്പൊ നമ്മൾ ആലോചിച്ചിട്ടൊന്നും പിടികിട്ടിയില്ല. അപ്പൊ മനസ്സിലായി നമ്മളത് IAS കാരുള്ളവരില്ലെന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾക്കത് ആ ചിന്തിച്ച കിട്ടും എന്താണ് ബിക്കോസ് 3 പ്രാവശ്യം വരണം വാചകത്തിൽ. ഞങ്ങൾ തലകുത്തി പറഞ്ഞ് ആലോചിച്ചു. കാരണം ഒരു കാരണവാചകത്തിന് മുമ്പിലല്ലേ ബിക്കോസ് വയ്ക്കുക, പിന്നെ ബിക്കോസ് 3 പ്രാവശ്യം വയ്ക്കുക. അതൊക്കെ ആലോചിച്ചിട്ടില്ല. ഭാഷ രസകരമായിട്ട് പറഞ്ഞു. എന്തെങ്കിലായിരിക്കും 3 പ്രാവശ്യം ബിക്കോസ് വരുന്നവരെ ഒരു വാചകം എഴുതുക. ഞാൻ എഴുതി കാണിക്കുന്നത് വളരെ രസം തോന്നും. ഞാൻ എഴുതിയില്ല തമാശയ്ക്ക്. ഓക്കെ, ഇതായിരുന്നു ഭാഷ എഴുതിയിരുന്ന വാചകം. അതിൽ 3 ബിക്കോസ് കണ്ട. ബിക്കോസ് ഒരു കൺജക്ഷൻ ആയതുകൊണ്ട്, ബിക്കോസ് ഒരു കൺജക്ഷൻ ആയതുകൊണ്ട് ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം കൺജക്ഷനായിട്ട് വരുന്നൊരു വാചകം ആണ് ഇത്. ഇതൊരു IAS കാരനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ IAS കുട്ടൻ്റെ പറഞ്ഞ ഒരു വാചകമാണ്. എത്ര ബുദ്ധിമാനായിരിക്കില്ലേ. ഞാനൊരു രസത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ബിക്കോസിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലായി. അതുപോലെ ഫോറിൻ്റെ പ്രയോഗം നമുക്ക് മനസ്സിലായി. അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇനി നമുക്ക് വേറെ കുറച്ച് എന്തെങ്കിലും മോഡലായിട്ട് ചെയ്യാം. ഇനി നോക്കുക, നമുക്ക് മറ്റൊരു കൺജക്ഷനായ സോയുടെ പ്രയോഗം നോക്കാം. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം എന്താണ്. അപ്രകാരം അതുകൊണ്ട് മേരി വാസ് സിക്ക്, മേരി സിക്കായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടാണ് എന്താണ്, മേരിക്ക് അസുഖമായിരുന്നു. സോ അതുകൊണ്ട് ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്, അതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ഇതിൽ ഫോറും ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ വ്യത്യാസം കടന്നിട്ട് എന്താണ്, ഫോറ് കാരണത്തിൻ്റെ കൂടെയാണ് വെച്ചതെങ്കിൽ സോ റിസൾട്ടിൻ്റെ കൂടെ, കാര്യത്തിൻ്റെ കൂടെ വെക്കുന്നത്. അവൾക്ക് അസുഖമായിരുന്നു, അതാണ് കാരണം. അതിൻ്റെ ഫലം എന്താണ്, റിസൾട്ട് എന്താണ്, അതുകൊണ്ട് ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. റിസൾട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി വരുന്ന സംഗതിയുടെ കൂടിയാണ് സോ വയ്ക്കുക. മനസ്സിലായി? അതുകൊണ്ട് അത് മറ്റേത് ലയിക്കുന്നില്ല അല്ലേ, സെപ്പറേറ്റ് നിൽക്കണം. സോ മേരി വാസ് സിക്ക്, അത് സുഖമായിരുന്നു അതുകൊണ്ട്. പിന്നെ എന്ത് സംഭവിച്ചത്, മറ്റൊരു സ്വതന്ത്രവാക്യം പറയുന്നത് ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അപ്പോൾ ഇതിൽ റിസൾട്ടിനെയാണ് എൻ്റെ കൂടെയാണ് സോ വയ്ക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും അർത്ഥം നോക്കി നമുക്ക് പറയാൻ കിട്ടും നമുക്ക് അല്ലേ. മേരി സിക്കായിരുന്നു, സോ അർത്ഥം പറഞ്ഞാൽ അതുകൊണ്ട് അവളെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ. അപ്പം അർത്ഥം പഠിച്ചാൽ മതിയല്ലോ അല്ലേ. ഇതിൻ്റെ ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് യെറ്റിൻ്റെ പ്രയോഗം. യെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നിരുന്നാലും. യെറ്റിൻ്റെ അർത്ഥം എന്താ, എന്നിരുന്നാലും. യെറ്റിൻ്റെ അർത്ഥം നമുക്കറിയാം. യെറ്റ് എന്താണ് അർത്ഥം, എന്നിരുന്നാലും അല്ലേ. എന്നിരുന്നാലും എന്താണ് ഇതിൻ്റെ അർത്ഥം, യെറ്റ് എന്നിരുന്നാലും. യെറ്റ് എപ്പോഴും വയ്ക്കുക നമുക്കറിയാം. മലയാളത്തിൽ എപ്പോഴാണ് വയ്ക്കുക, നമ്മൾ എക്സ്പെക്റ്റേഷൻ പ്രതി ഇതായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് എന്ത് എന്നിരുന്നാലെന്ന് പറയുക അല്ലേ. സാധാരണ നമുക്കൊരു സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് കാരണങ്ങളുണ്ടാകുമ്പോൾ ഒരു സംഭവിക്കുന്ന കാരണത്തിന് ഒരു ലിമിറ്റ് നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കുടിയനാണ്. അപ്പോൾ അവളെ ചീത്ത പറയും, അവളെ തല്ലും
അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവൾക്ക് അവിടെ സ്നേഹിക്കില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? പക്ഷെ അവനത്തിൽ അവൾ അവനെ വെറുക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സമാധാനമായി. അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ എന്താ ചെയ്യുന്നത്, ഭാര്യ വെറുക്കാണ് വേണ്ടത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്. പക്ഷേ അപ്പോൾ അത് സമയത്ത് സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് വിപരീതമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടിരുന്നാലാണ് അവളുടെ ഭർത്താവുകൾ അടിക്കും, ചീത്ത പറയും, കുട്ടി ഒക്കെ ചെയ്യും. എന്നിരുന്നാലും അവൾ അവനെ സ്നേഹിക്കുന്നു. അങ്ങനെയല്ലേ? ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് എങ്കിൽ, ഒരു ഫലമാണ് എങ്കിൽ, കാരണത്തിന് വിപരീതമായ അത് കാരണം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലമല്ല എന്ന് വരികിലാണ് നമുക്ക് ഒരു അല്പം ഒരു അത്ഭുതത്തോടു കൂടി നമ്മൾ പറയുന്നതിനാണ് എന്ത് വയ്ക്കുക, ഈ എറ്റ് വയ്ക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എറ്റ് വെച്ച് ഈ വാചകത്തെ മാറ്റി എഴുതാം. ഓക്കെ, അത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് എറ്റ് വെച്ച് യോജിപ്പിക്കുകയാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. കണ്ട, മേരി വാസ് സിക്ക്, മേരി അസുഖമുള്ളവരായിരുന്നു. യെറ്റ് ഷി അറ്റൻഡ് ദ മീറ്റിംഗ്, എന്നിരുന്നാലും അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. കണ്ട, എന്നിരുന്നാലും ഒരു സെപ്പറേറ്റ് നിൽക്കട്. മറ്റേ വാചകം രണ്ടിനും യോജിപ്പിക്കുന്നെങ്കിലും ഇതിനോട് ലയിക്കുന്നില്ലേ, സെപ്പറേറ്റ് നിൽക്കട്, അല്ലേ? അപ്പോൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി, ഈ അർത്ഥം അറിഞ്ഞാൽ മതി. മേരി സിക്കായിരുന്നു, എന്നിരുന്നാലും അവൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിൽ വളരെ സിമ്പിളാണ്. അർത്ഥങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അത് വെച്ചങ്ങോട്ട് എഴുതും. മലയാളത്തിലെ അർത്ഥം മനസ്സിലാക്കിയാൽ മലയാളത്തിലേക്ക് എഴുതുന്നത് അതുപോലെയാണ്. ഏതിനാണ് ചേരുന്നത് അതിൻ്റെ കൂടെ ഈ വാക്ക് വെച്ചാൽ മതി. എന്ത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ കുറേ ഉണ്ട്. ആ സെൻറ്റൻസുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അർത്ഥം അറിഞ്ഞിരുന്നാൽ, ഈ കൺജങ്ഷനിലെ അർത്ഥം അറിഞ്ഞിരുന്നാൽ നമുക്ക് മലയാളത്തിൽ എഗ്രിയുടെ വയ്ക്കുക, അതുപോലെ തന്നെ വെച്ചാൽ മതി. ആ സ്ഥാനത്തങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു വിഷയമില്ല. അപ്പോൾ സെറ്റ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഒരെണ്ണം വിട്ടുപോയത് എന്താണെങ്കിൽ, ഞാൻ ഈ റിപ്പിറ്റേഷനുള്ള ഭാഗം ഒഴിവാക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ കൺജങ്ഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ, കോമ്പൗണ്ട് സെൻറ്റൻസിലൊക്കെ കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരേപോലത്തെ ഭാഗങ്ങൾ വരികയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റ് ചെയ്യുന്ന ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത ഭാഗം ഒഴിവാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുക. രാജൻ പാസ്ഡ് ദി എക്സാം, ഹിസ് ഫ്രണ്ട് പാസ്ഡ് ദി എക്സാം. രണ്ട് വാചകങ്ങൾ അവിടെ ഉണ്ട്, അല്ലേ? രണ്ട് സിമ്പിൾ സെൻറ്റൻസ്, അതൊക്കെ എഴുതാൻ അറിയാവുന്ന വാചകങ്ങളാണ് അവ, അടിസ്ഥാന വാചകങ്ങളാണ്. രാജൻ എക്സാം പാസ്സായി, അവൻ്റെ സുഹൃത്ത് എക്സാം പാസ്സായി. നമുക്ക് അതിന് കൂട്ടി എഴുതാം. രാജനും എക്സാം പാസ്സായി, അവൻ്റെ കൂട്ടുകാരനും എക്സാം പാസ്സായി. വെറുതെ സ്റ്റെപ്പ് അങ്ങനെ ചേർത്താൽ മതി. എന്നിൽ ചേർത്താൽ മതി. എവിടെ ചേർത്താൽ മതി? നടുക്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് യോജിപ്പിച്ച് എഴുതാം? ഒരു ആൻഡ് വെച്ചിട്ട്, ഇവിടെ ഒരു ആൻഡ് വെച്ചാൽ, ഇവിടെ ഒരു ആൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് യോജിപ്പിക്കാം, അല്ലേ? രാജൻ പാസ്ഡ് എക്സാം ആൻഡ് ഹിസ് ഫ്രണ്ട് പാസ്ഡ് എക്സാം എന്ന് വെച്ചാൽ രണ്ട് വാചകങ്ങൾ ഒന്നായി, അല്ലേ? അങ്ങനെ അപ്പോൾ രണ്ട് വാചകം ഒന്നാക്കി. പക്ഷേ ഈ രണ്ട് വാചകം ഒന്നാക്കിയാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരേ ഭാഗം റിപ്പീറ്റ് ചെയ്യേണ്ട ഈ ഭാഗം, അല്ലേ? പാസ്ഡ് എക്സാം, കറുത്ത ആ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുള്ള ഭാഗം രണ്ട് വാചകത്തിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ റിപ്പീറ്റേഷൻ ഇത് വേണ്ട, ഇത് വേണ്ട, ഒരു വട്ടം എഴുതിയാൽ മതി. ഇത് വെട്ടിക്കളഞ്ഞ അപ്പം എന്താ വരിക? രാജൻ ആൻഡ് ഹിസ് ഫ്രണ്ട് പാസ്ഡ് ദ എക്സാം. രാജനും അവൻ്റെ കൂട്ടുകാരനും എക്സാം പാസ്സായി എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലെന്തുക? രാജനും പാസ്സായി, അവൻ്റെ കൂട്ടുകാരനും പാസ്സായി എന്നർത്ഥം നമ്മുടെ വരില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത ഭാഗം ഒഴിവാക്കാം.
മനസ്സിലായ? അതിപ്പോൾ ഏത് ഭാഗമാണ് റിപ്പീറ്റ് ചെയ്തത് ആ ഭാഗങ്ങളാണ് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അവൻ ചട്ടിണി, അവൻ ദോശ കഴിച്ചു, അവൻ വട കഴിച്ചു. അപ്പോൾ നമുക്ക് അവൻ ദോശയും കഴിച്ചു, അവൻ വടയും കഴിച്ചു എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ അവൻ ദോശയും വടയും കഴിച്ചു എന്ന് പറയാം, അല്ലേ? അപ്പോൾ നമ്മൾ ആ റിപ്പീറ്റ് ചെയ്ത ഭാഗം എന്ത് ഒഴിവാക്കി, അല്ലേ? അങ്ങനെ ഒഴിവാക്കി നമുക്ക് ഇത് പറയാം. ഏത് കാര്യം നമുക്ക് അങ്ങനെ ഒഴിവാക്കിയിട്ട് ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആവർത്തിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് എഴുതാം. ഒരു ഉദാഹരണം കാണിച്ചു, ഇത്ര മതി ഇതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒന്നാണ് രാജൻ ആൻഡ് ഹിസ് ഫ്രണ്ട് പാസ് എക്സാം. രാജനും അവൻ്റെ കൂട്ടുകാരനും എക്സാം പാസ്സായി എന്നുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബോത്ത് കൂടി വയ്ക്കാം. അപ്പം അതിന് ബോത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറും. ബോത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ രാജൻ അവൻ്റെ കൂട്ടുകാർ ഇനി രണ്ടു പേരും എന്നുള്ള ഒരു എംഫസിസ് അവിടെ വരും, ഊന്നൽ. അതായത് നമ്മൾ ഇപ്പോൾ രാജനും കൂട്ടുകാരനും പരീക്ഷ എഴുതി, അതിൽ ഒരാളെങ്കിലും തോൽക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ വിധേയരായിട്ട് വരുമ്പോൾ ഒരു അത്ഭുതത്തോടു കൂടി നമ്മൾ പറയും, അവർ രാജനും കൂട്ടുകാരൻ രണ്ടുപേരും പാസ്സായി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അതിനൊരു അതിശയത്തിനൊരു ശക്തി കൂടും, അല്ലേ? അപ്പോൾ അത് ബോത്ത് രാജൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, രാജൻ അവൻ്റെ കൂട്ടുകാരൻ രണ്ടു പേരും എക്സാം പാസ്സായി എന്നുള്ളത് വരുന്നത്. ഇനി അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി നോട്ട് ഓൺലി ബട്ട് ഓൾസോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2-3 ഈ കൺജക്ഷൻ കൂടി നോക്കാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, മാത്രമല്ല കൂടി. ഐദർ ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ. നൈദർ നോർ, ഒന്നുകിൽ അല്ലെങ്കിൽ ഇല്ല. ഇതാണ് ഇവിടെ ഇത്. അപ്പോൾ നേരത്തെ കണ്ടതിൽ നോട്ട് ഓൺലി രാജൻ ബട്ട് ഓൾസോ ഹിസ് ഫ്രണ്ട് പാസ്ഡ് ദ എക്സാം. ആ ബോത്ത് ആൻഡ് മാറ്റി അവിടെ എന്ത് വെച്ചു? നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചു, അല്ലേ? നേരത്തെ എന്തായിരുന്നു? ഇവിടെ ബോത്ത് രാജൻ ആൻഡ് ഹിസ് ഫ്രണ്ട് എന്നായിരുന്നു. അവിടെ മാറ്റിയിട്ട് നോട്ട് ഓൺലി രാജൻ ബട്ട് ഓൾസോ ഹിസ് ഫ്രണ്ട് പറഞ്ഞർത്ഥം രാജൻ മാത്രമല്ല അവൻ്റെ ഫ്രണ്ടും കൂടി എക്സാം പാസ്സായി. അപ്പം എന്താ വെച്ചാൽ നമ്മൾ എന്താ അവിടെ വരുന്നത്? ഇപ്പോൾ ഒരു എംഫസൈസസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല, രാജനോ അല്ലെങ്കിൽ ഹിസ് ഫ്രണ്ട് പാസ്സാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായിട്ട് രാജൻ മാത്രമല്ല അവൻ്റെ കൂട്ടുകാരനും പാസ്സായി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നും കൂടി അതിനെന്ത് വരും? കുറച്ചും കൂടിയും ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ സംഭാഷണത്തിന് എന്താണ്? നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഹമ്മിങ്ങും അതുപോലെ താഴ്ത്തിയും കൊണ്ടുവരുമ്പോൾ ഭംഗി വരും. അതുപോലെ നമ്മൾ സംഭാഷണത്തിൽ അതിശയം വരുത്തുക, സസ്പെൻസ് ഉണ്ടാക്കുക, ദേഷ്യ ഭാവങ്ങൾ വരുമ്പോൾ കൂടുതൽ രസകരമായി തോന്നും സംഭാഷണം. അതുപോലെ ഇതിൽ ഐദർ ഓർ വയ്ക്കാൻ വേണമെങ്കിൽ നമ്മൾ ഐദർ ഓർ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാറും. ഒന്നുകിൽ രാജൻ അല്ലെങ്കിൽ ഹിസ് ഫ്രണ്ട് എന്നോ. മനസ്സിലായ? അത് ഐദർ ഓർ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ഐദർ രാജൻ ഓർ ഹിസ് ഫ്രണ്ട് പാസ്ഡ് എക്സാം എന്ന് വെച്ചാൽ ഒന്നുകിൽ രാജൻ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ എക്സാം പാസ്സായി. എൻ്റെ അർത്ഥം ഒന്നുകിൽ രാജൻ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ പാസ്സായി. എന്താണ് അർത്ഥം? അത് രണ്ടുപേരും പാസ്സായിരുന്നല്ല, ഏതെങ്കിലും ഒരാൾ പാസ്സായി എന്ന് നമ്മൾ വരും. അതിൻ്റെ എതിരാണ് എന്ത്? നൈദർ നോർ. അവിടെ വയ്ക്കുക നൈദർ രാജൻ
നോർ ഹിസ് ഫ്രണ്ട് പാസ്ഡ് ദ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജനോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ പാസ്സായിട്ടില്ല. അപ്പോൾ രാജനോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോ പാസ്സായിട്ടില്ല, ആരെങ്കിലും ഒരു പാസ്സായിട്ടിൻ്റെ കാര്യം ഉറപ്പ്. അങ്ങനെ വയ്ക്കും. ഇതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് എന്തെങ്കിലും എഴുതിയെന്നാൽ കുറേ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ. വേണമെങ്കിൽ കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം ഒരൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം, അത്രയേ വേണ്ടൂ. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിനെ കുറിച്ച് നമ്മൾ കുറേ വിശദമായിട്ട് തന്നെ എടുത്തൊന്ന് വേണമെങ്കിൽ പറയാം. കാരണം പഠിപ്പിക്കാൻ തീരില്ല അത്രയധികം ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന പല വ്യത്യസ്തങ്ങളായ പലതും നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഒക്കെ ഉണ്ട്, അത് എടുക്കാതെ എന്തെങ്കിലും നീണ്ട് ക്ലാസ് വളരെ നീണ്ടു പോകും. 60 മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ള ആ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അത് വരും. എന്തായാലും ഈ ക്ലാസ്സിൽ കോമ്പൗണ്ട് കോംപ്ലക്സും കൂടി എടുക്കണം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ വളരെ നീണ്ടു പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ആ കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസിനെ കുറിച്ചുള്ള ക്ലാസ് അടുത്ത ഇതിലാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.